കേരളത്തിലെ നഗരസഭകൾ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള നഗരസഭയാണ് ആന്തൂർ നഗരസഭ. ആന്തൂർ നഗരസഭയിലെ ജൈവ പാർക്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ അത്ഭുതാവഹമായ കാഴ്ചയാണ്. കിലോയ്ക്ക് 20 രൂപ കണക്കിൽ ഇവിടെ വളം നിർമ്മിച്ചു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടി പ്രത്യേകമുള്ള യൂണിറ്റ് അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊരു വ്യക്തിയെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലൊരു മാറ്റം എല്ലാ നഗരസഭകളും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നിക്കാറുണ്ട്. വളരെ നിലവാരമുള്ള ശുചിത്വ സംവിധാനമാണ് ഈ ജൈവ പാർക്കിൽ കാണുന്നത്. കിലോയ്ക്ക് 20 രൂപ എന്ന നിരക്കിൽ ഇവിടെ നിന്നും വളം വിൽക്കപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ രാവിലെ ശേഖരിച്ച് വന്നതിന് ശേഷം നല്ല അരിപ്പ കൂട്ടയിലിട്ടിട്ട് തട്ടിയിട്ട് അതിലെ വെള്ളം ഒഴുക്കി കളഞ്ഞതിന് ശേഷമാണ് അതിലെ പ്ലാസ്റ്റിക്കോ അല്ല നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സെപ്പറേറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഷ്രെഡിംഗ് മെഷീനിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ചകിരിച്ചോറ് ഇനോക്കുലം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സെറ്റാക്കുന്നത്. അത് 35 ദിവസത്തിന് ശേഷം വളമായി മാറിയതിന് ശേഷം ഈ മെഷീനിലിട്ട് അരിച്ച് ഇതുപോലെ വളാക്കി മാറ്റും. കേവലം 31 ഹരിതകർമ്മ സേനാംഗങ്ങൾ മാത്രമുള്ള ഈ നഗരസഭയിൽ ഇവിടെ അതിമനോഹരമായിട്ടാണ് അവർ ജൈവമാലിന്യങ്ങളെ വേർതിരിച്ച് വളമാക്കി മാറ്റി തീർക്കുന്നത്. ഇത്തരമൊരു കാഴ്ച മറ്റു നഗരസഭകൾക്കും ഒരു പാഠമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഈ ഉത്സാഹവും ഈ ഉന്മേഷവും ഒരു ചെറിയ ബിസിനസ് തന്നെയായി മാറുകയാണ്, മാറ്റിയെടുക്കുകയാണ് ആന്തൂർ നഗരസഭ.